നോർമലി ഒരു ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ജോലി എന്താണെന്ന് പോലും ചിന്തിക്കില്ല. മേ ബി അതിന് പ്രാധാന്യം കൊടുക്കില്ല. അതൊക്കെ റിസ്ക് അല്ലേ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. കുറെ സമയം എടുക്കും, കിട്ടില്ല, അങ്ങനെയൊക്കെ. എങ്ങനെ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാ? ഒരു ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലി 13,800 വരെ എടുത്തിട്ട് അതിൽപോലെ എൻ്റെ പേര് വന്നിട്ടില്ലല്ലോ. എങ്ങനെയാ പിന്നെ ടീംമേറ്റ്സിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ ഇതിൽ എൻ്റെ ഒരു ജോബിലേക്ക് ഹെൽപ്പ് ചെയ്തത്? അഡ്വാൻസ് കയറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സൂപ്പർ പവറിലോട്ടും കയറി. സൂപ്പർ പവറിലേക്ക് കയറണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കേട്ടാവുള്ളൂ. ഞാനല്ല പറഞ്ഞത്, അഖില നോക്കി ഇപ്പോൾ 2026 ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് ആണ് അഖിലയുടെ അക്കൗണ്ടിലുള്ളത്. ഒന്ന്, ഹായ്, ടീംമേറ്റ്സ് അക്കാദമിയുടെ മറ്റൊരു അച്ചീവേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നം പലരും നേടുന്നത് അവർക്ക് പല ആഗ്രഹങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ അതിൽ പലരും, ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ കോഴ്സ് കഴിഞ്ഞ് ഡയറക്റ്റ് കോച്ചിങ് ഒക്കെ എടുത്ത് ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് അവരെത്തും. ചില ആളുകൾ അവരുടെ കോഴ്സ് കഴിഞ്ഞ് മേ ബി ഒരു ജോലിക്കൊക്കെ പോയി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് എന്നിട്ടൊരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് അവരെത്തും. പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾ കേൾക്കുന്ന സക്സസ് സ്റ്റോറിയിൽ ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞു, എന്നിട്ടൊരു ജോലിക്ക് പോയി, ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, എന്നിട്ട് അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കിയ ടീംമേറ്റ്സിൻ്റെ ഞങ്ങളുടെ സ്വന്തം അഭിമാനം അഖില PP പരിചയപ്പെടാം നമുക്ക്. യെസ് അഖില, ഞാൻ ഇൻട്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഒരു ജോലിക്ക് പോയി അവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്നൊക്കെ പറഞ്ഞു, എന്താണ് അത്? ഇപ്പം ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു, അപ്പോൾ അവിടുന്ന് എടുത്തു, ജോലിക്ക് പോയി. അപ്പം ഭയങ്കര ഹാപ്പി. എന്തായാലും ക്യാമ്പസ് നമ്മുടെ ഡിഗ്രി കഴിയുമ്പോഴത്തേനും അങ്ങ് ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. അത് കഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു വിടുമായിരിക്കും. അപ്പം അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല, വിടത്തില്ല, അങ്ങനെയൊക്കെ വിടുമോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെയാണ് അറിയുന്നത് ഒരു എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എക്സാം ഇട്ടു, അതിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടു. പിന്നെയെന്ന് വെച്ചാൽ അത് പക്ഷേ എന്നെ അധികം അങ്ങോട്ട് എഫക്റ്റ് ചെയ്തില്ല. കാരണം ക്യാമ്പസിലായിരുന്നുകൊണ്ട് എനിക്കത് വെറുതെ കിട്ടിയ ജോലിയാണ്. ഒരു ഒന്നിനും കൊള്ളാത്തൊരു റെസ്യൂമേ അങ്ങനെയൊക്കെ വെച്ച് അതും പിന്നെയാണെങ്കിൽ ഒരു എക്സാം ഇട്ടായിരുന്നു, എക്സാം പാസ്സായി. ആ റെസ്യൂമേ അവരെടുത്തു. റെസ്യൂമേലൊന്നും ഒരു കാര്യമില്ല, അതിൽ അവർ ഇൻ്റർവ്യൂ എടുക്കുന്നു, നമുക്കറിയാമെങ്കിൽ അവരെടുക്കും, അത്രേ ഉള്ളൂ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് 2 ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇതൊക്കെയാണ്, വേഗം തന്നെ എവിടെയെങ്കിലും പോയി അപ്ലൈ ചെയ്യണു, ജോലി കിട്ടുന്നു, വേറൊരു ജോലിയായി. ഇല്ല, ഗവൺമെൻറ് ജോലി വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നോർമലി ഒരു ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ജോലി എന്താണെന്ന് പോലും ചിന്തിക്കില്ല. മേ ബി അതിന് പ്രാധാന്യം കൊടുക്കില്ല. അതൊക്കെ റിസ്ക് അല്ലേ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. കുറെ സമയം എടുക്കും, കിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചു. നമ്മൾ പുറത്തെന്തോ നല്ലതെന്തോ പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, നമ്മൾ വലിയ ആൾക്കാരായി പോകുന്നുള്ളത് വേഗം തന്നെ കിട്ടിയപ്പം അത് സെലക്ട് ചെയ്തു. പിന്നെ അവിടെ എത്ര ടൈം വർക്ക് ചെയ്തിരുന്നു? 6 മാസം. 6 മാസം ട്രെയിനിങ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് എങ്ങനെ ഇതിലേക്ക് എത്തിയത്? എങ്ങനെയാ ഒരു ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലി എന്ന് പറഞ്ഞൊരു? 6 മാസം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ച് കാലം, ഇത് ഒരിക്കലും ഇത്രയും സമയമായി, ഇത് 3 വർഷം ഏകദേശം ആയി. 2022 23 ആയപ്പോഴാണ് പറഞ്ഞു വിടുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഒരിക്കലും ഇത്രയും സമയം എടുക്കുമെന്ന് വിചാരിച്ചില്ല. ആദ്യം വിചാരിച്ചു 1 മാസത്തിനുള്ളിൽ അടുത്ത ജോലി കിട്ടും, 2 മാസം. കാരണം എൻ്റെ വിചാരത്തിൽ ഇത് സിമ്പിളാണല്ലോ, ക്യാമ്പസിൽ നിന്ന് വേഗം കിട്ടിയ കാരണം ഇവിടെ നിന്നും വേഗം കിട്ടുന്നു, ഒരു ചെറിയ എക്സാം, ഒരു ഇൻ്റർവ്യൂ, അങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവണം. റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവണമെങ്കിൽ അതിന് മാത്രം നല്ലൊരു റെസ്യൂമേ വേണം. ഇപ്പോൾ 6 മാസത്തെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ട്രെയിനിയാണ്, പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും വെച്ചിട്ട് കിട്ടുന്നില്ല. കുറേ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കിട്ടാൻ പോണില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞ് ഒരു പരസ്യം കണ്ടു, ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ. അന്ന് ഓക്കെ, എന്നാൽ അതിൽ പോയി തല വയ്ക്കാമെന്ന് വിചാരിച്ച് അതെടുത്തു. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ഇല്ല, ജോലി വേണം, അത്രേ ഉള്ളൂ. ഇന്നത് വേണം അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല, ജോലി വേണം, അത്ര തന്നെ. അപ്പം ഡാറ്റ സയൻസ് എടുത്തു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു പ്ലേസ്മെൻ്റ് ഉണ്ട്, ഒരു 4 മാസം പഠിച്ചു കഴിഞ്ഞ് പ്ലേസ്മെൻ്റ് ഉണ്ടാവും, ആൾക്കാരെ കൊണ്ടുവരും, കമ്പനീസിനെ കൊണ്ടുവരും, ടൈപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ്
നമ്മൾ പഠിച്ചു. എൻ്റെ അനിയനും കൂടെ ഉണ്ട് കൂടെ, അവനെയും പഠിപ്പിക്കുന്നുണ്ട് ഈ ഡാറ്റാ സയൻസ് തന്നെ. അപ്പോൾ ഇതിന് ഫീസ് ഉണ്ട്, ഒരു 72,000 എങ്ങാണ്ടായിരുന്നു ഫീസ്, അത്രയും കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും 6 മാസം ഏകദേശം 1 വർഷമായി തോന്നുന്നു അവരുടെ പ്ലേസ്മെൻറ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞൊരു സാധനം ഇടാൻ. അതായത് ഒരു എക്സാം, അവർ തന്നെ ഒരു എക്സാം സ്ക്രീൻ ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രൊജക്റ്റ് തരും, അത് നമ്മൾ ചെയ്യണം, അതും പാസ്സായി, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻ്റർവ്യൂ. അത്രയൊക്കെ ചെയ്താലേ അവർ നമ്മളെ കമ്പനീസിനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അത് ഞാൻ മാർച്ചിൽ എങ്ങാണ്ട് പാസ്സായി, 2024 മാർച്ചിൽ ഇതൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ കമ്പനീസ് വരുന്നേ ഇല്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഓരോ എക്സ്ക്യൂസസ് പറയും, മാർക്കറ്റ് ഡൗൺ ആണ്, ഇലക്ഷനാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി വീണ്ടും ഇല്ല, അവരുടെ കയ്യിൽ കമ്പനീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാതാണ്. പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, റെസ്യൂമെ അപ്ഡേറ്റ് ആക്കുക, പിന്നെയും നൗക്കറിയിലും ലിങ്ക്ഡിനിലൊക്കെ കൊടുക്കുക, അങ്ങനെ കുറേ നാൾ അങ്ങനെ ഇരുന്നു. എന്നിട്ടും കാര്യമില്ലയെന്ന് കണ്ടപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മഞ്ജുമ എന്ന് പറഞ്ഞ്, അവൾ മെസ്സേജ് അയച്ചു. അപ്പം വെറുതെ അങ്ങനെ പറയാം, അവൾക്ക് പിറ്റേ ദിവസം എക്സാം ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എക്സാം എന്ന് പറയുമ്പോൾ അയ്യോ എക്സാം ഒക്കെ, അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയെ കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ എന്തെങ്കിലും കഴിവ് തെളിയിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവണില്ല. ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാം, ബാങ്ക് എക്സാം അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. അത് KGBയുടെ എക്സാം ആയിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ആ സമയത്താണ് IBPS POൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്, ആ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ. അപ്പം പിന്നെ 3 മാസം സമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 3 മാസം ഉണ്ടല്ലോ, 3 മാസം കൊണ്ട് പഠിച്ചിട്ട് പാസ്സായി ജോലിയൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു. എന്നിട്ട് 3 മാസം കൊണ്ട് ഏകദേശം ഞാൻ പഠിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയില്ല. അത് ഫൗണ്ടേഷൻ പിന്നെ അങ്ങനെ, അതായത് ഒരു എൻട്രൻസ് എക്സാം പോലെ നമ്മൾ വീട്ടിൽ പഠിച്ചിട്ട് എഴുതിയാൽ മതി എന്നുള്ളത് അതാണ് വിചാരിച്ചത്. അപ്പം 3 മാസം കൊണ്ട് കിട്ടുന്നൊക്കെ ഞാൻ അപ്പം വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഭയങ്കര പഠിത്തമായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോഴേ അവർ ലൈവായിട്ട് കാണും. അപ്പം തന്നെ എൻ്റെ ഒരു വിചാരത്തിൽ ഞാൻ മാത്സിൽ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ 10-20 പേരുടെ ആൻസർ, 10-20 അല്ല, കുട്ടികൾ ആൻസർ അങ്ങ് ഇടുക. അപ്പം ഞാൻ ഇത്ര അടിപൊളിയാണ്, അപ്പം ഇവരൊക്കെ ആരാ പിന്നെ മനസ്സിലായി, അല്ല വലിയ അടിപൊളിയൊന്നും അല്ല, പഠിക്കണം. പക്ഷേ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം സ്പീഡൊക്കെ എത്തിച്ചു. പിന്നെ SBI ക്ലർക്ക് സമയം വന്നപ്പോഴത്തേനും ആ ഒരു വർഷത്തെ ഏകദേശം എക്സാം ഞാൻ തുടങ്ങുമ്പോഴത്തേനും കഴിഞ്ഞിരുന്നു. RRB കഴിഞ്ഞു, IBPS ക്ലർക്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരുപാട് പേരെ ബൾക്കിലെടുക്കുന്നത് പിന്നെ SBI ക്ലർക്കാണ് വന്നത്. അതാണ് 13,800 പേരെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കിട്ടി. അതിൽ ഒരാളല്ലേ, ഒരാൾ ഞാനാവുമായിരിക്കും, ഒന്ന് ചിലപ്പോൾ എൻ്റെ വിശ്വാസം നല്ലതാണ്. ഇത്രയും പേരെ എടുക്കുമ്പം നമ്മൾ എന്തായാലും വരുന്നു വിചാരിച്ചു. അപ്പം ഈ പ്രിലിംസിന് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസ് എഴുതി. മെയിൻസ് എനിക്ക് വലിയ എളുപ്പമൊന്നും അല്ലായിരുന്നു, പക്ഷെ ഒരുപാട് പേരെ എടുക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിലെങ്ങാനും വന്നു പെട്ടവർ. പക്ഷെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു കിട്ടുമെന്ന്. കിട്ടാതെ വന്നപ്പോഴത്തേനും ഭയങ്കര തകർന്നു പോയി. ഒന്നും ചെയ്യാനില്ല, എന്താ ഇനി ചെയ്യുക, ഇനി ഞാൻ 13,800 പേരെ എടുത്തിട്ട് അതിൽ പോലും ഇല്ല ഞാൻ, ഇനിയിപ്പോൾ എന്നെ ഏതിലും എടുക്കില്ല. ഇനിയിപ്പം വരുന്ന കുഞ്ഞു കുഞ്ഞു വേക്കൻസി 5,000 6,000 ഒക്കെ എന്തായാലും കിട്ടില്ലല്ലോ, 13,800 കിട്ടാത്തടുത്ത്. അങ്ങനെ വിചാരിച്ച ആകപ്പാടെ അങ്ങ് ഇങ്ങനെ ഇരുന്നു. ഇതിന്റെ ഒരു റിയലൈസേഷനിലേക്ക് എത്തുന്നുള്ളൂ ആ സമയത്ത്. ഇപ്പൊ 13,800 വേക്കൻസി ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ അത്രയ്ക്ക് മോശമാണോ, ആ ഒരു നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവണല്ലേ സ്വാഭാവികമായിട്ടും. പിന്നെ എന്തോ അടിച്ചെന്നറിയില്ല, 2 ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. പ്രത്യേകിച്ച് എന്താ ചിന്തിച്ചതെന്നൊന്നും എനിക്ക് എന്തൊക്കെയൊക്കെയോ, ഇനി എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല. അതായത് ഇങ്ങനെ സമയം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി പോയ സമയത്ത് 1 മാസം കൂടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. അതിപ്പം 3 വർഷമായി. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു. അന്ന് മുതൽ ശ്രമം തുടങ്ങി. അഖില നോക്കി, ഇപ്പോൾ 2026 ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് ആണ് അഖിലയുടെ അക്കൗണ്ടിലുള്ളത്. ഒന്ന് NICL-AO, 2 IBPS PO. ഇതൊക്കെ ഒരു ആസ്പിരേറ്റഡ് ഡ്രീമാണ്. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന ഒരാളുടെ ഡ്രീമാണ് ഏതെങ്കിലും ഒരു നല്ലൊരു ഇൻഷുറൻസ് ഫേമിൽ എത്തുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബാങ്കിൻ്റെ ഇതിലെത്തുക. ഇപ്പോൾ കാനറ ബാങ്കിൽ PO സെലക്ഷൻ കിട്ടി. അതിനുശേഷമാണ് NICL-AO റിസൾട്ട് വന്നത്. NICL വന്നതിന് ശേഷമാണ് IBPS വന്നത്. ഓക്കെ ഫൈൻ. അപ്പം ഇതിന് ഏതാ ജോയിൻ ചെയ്തതിന്? NICL. ടീമേഴ്സിൽ എങ്ങനെയാണ് എത്തിയത്?
അത് പറഞ്ഞില്ല SBI ക്ലർക്ക് നേരത്തെ SBI ക്ലർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കരച്ചിൽ എന്തായാലും കലാപരിപാടി കഴിഞ്ഞിട്ട് വീട്ടുകാരെയൊക്കെ പേടിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഉണർവ് വന്നിട്ടുണ്ടാവല്ലേ, എനിക്ക് കോച്ചിങ്ങിന് പോകണം, എനിക്ക് ജോലിയുടെ വേറെ രക്ഷയില്ല. അതാ ആ തീരുമാനം വേഗം എടുത്തു. അത് നന്നായി. അധികം സമയമൊന്നും കളഞ്ഞില്ല, വേഗം തന്നെ പോണം എന്ന് പറഞ്ഞു. എങ്ങനെ ടീമേഴ്സിലേക്ക് എത്തി? അത് എന്തായാലും ഇപ്പോൾ ആഗ്രഹം ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതില് എനിക്ക് വേണ്ടത് അഡ്വാൻസ് കോഴ്സാണ്. കാരണം പ്രിലിംസിന് മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഫൗണ്ടേഷൻ തൊട്ടേ പഠിക്കേണ്ട കാര്യമില്ല. അപ്പം മിക്കവാറും അഡ്വാൻസ് കോഴ്സ് ഇല്ല മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷനിൽ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ടീമേറ്റ്സ് വിളിച്ചപ്പോഴത്തേനും അവരപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഗൂഗിളിലും അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വീട്ടിൽ നിന്ന് മാറിയിക്കുക. അങ്ങനെ വീട്ടിൽ മോശമായതുകൊണ്ടല്ല, പക്ഷേ വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് ഈ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുക തന്നെ ചെയ്യാം. വേറെ ഒന്നിലും ഇടപെടുന്നതും ഇരിക്കുന്നതൊക്കെ ഒരു അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലാകുമ്പോൾ ടീമേഴ്സ് വന്നു കഴിഞ്ഞാൽ കുറെ പഠിക്കുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സ് പഠിക്കുന്നതാണ്, ലൈബ്രറി നോക്കി അവിടെ പഠിക്കുന്നതാണ്, ലാബിൽ നോക്കിയാൽ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഈ ഒരു ആംബിയൻസിൽ നിന്നാലേ നമുക്ക് അത് പഠിക്കാനുള്ളൊരു വരുള്ളൂ. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു, ഇങ്ങ് വന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ടീമേഴ്സ് എടുത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ടീമേജിൽ വന്നപ്പം തന്നെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അതായത് ഞാൻ ചിലപ്പം വീട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സമയം ഞാൻ കരഞ്ഞു കളഞ്ഞേനെ. വേഗം തന്നെ നമുക്ക് അറ്റ്മോസ്ഫിയർ മാറിയത് കൊണ്ട് തന്നെ ഒരു വ്യത്യാസം വന്നു. പിന്നെ വന്നപ്പോഴേ എൻ്റെ തലയിൽ ഞാൻ ജോലിക്കാരിയാണ്. ഇവിടുത്തെ ഫ്ലെക്സ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ നല്ല ഫോട്ടോ ഒന്നും ഇല്ലല്ലോ കൊടുക്കാൻ. ഞാൻ അത് ആലോചിക്കാം. എൻ്റെ ഫോട്ടോ കൊടുക്കണം എന്ന് ആഗ്രഹം പോലും അല്ല, ഇല്ലല്ലോ എനിക്ക് കൊടുക്കാൻ നല്ല ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ എൻ്റെ തലയിൽ എനിക്ക് ജോലിയായി. പിന്നെ ഈ എക്സാമും ഇന്റർവ്യൂ ഒക്കെ ഫോർമാലിറ്റി. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തേക്ക് ഒരുപാട് റിസൾട്ട് ഇങ്ങനെ ബേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചില സമയത്ത് പോകുമ്പോൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ആയിട്ട് നോക്കിയിട്ട് ഓരോന്ന് നോക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇതിലേടെ നിൻ്റെ ഫോട്ടോ വരുന്നത് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെ അഖിലിനോട് പറഞ്ഞിട്ടുണ്ടോ ഫോട്ടോ വെക്കാന്ന്? ഇല്ല. നീ എന്നെ ആഗ്രഹിച്ചതാ എന്ത് ഈ ഫോട്ടോ ഫ്ലെക്സിൽ വരണം? അല്ല, ഞാൻ പാസ്സാവുമല്ലോ, എന്തായാലും പാസ്സാവുമല്ലോ. ഓക്കെ, കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻട്രോട്ട് ആണോ ഒരു എക്സ്ട്രോട്ട്? അറിയില്ല. എന്നാലും എന്താ സ്വയം തോന്നിയത്? ഒരു വിധത്തിൽ മിക്സ് ആണ് അല്ലേ? ഇത് കേൾക്കുന്ന ആൾക്കൊക്കെ എന്താ തോന്നുന്നത് എനിക്കറിയില്ല. ഓക്കെ, ഒരു സൂപ്പർ പവർ അഖിലേക്ക് ഏത് കിട്ടണം? ഇപ്പോൾ സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ഒരു മിന്നൽ മുരളി സംതിങ് അങ്ങനെയാണോ, സ്പൈഡർമാൻ ആണോ? പറക്കണം. എങ്ങോട്ട് പറക്കണം? അതൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണും. ചെറുപ്പം മുതലേ ഞാനിങ്ങനെ പറന്ന് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പറന്ന് രക്ഷപ്പെടുന്നത്, ആൾക്കാരെ രക്ഷിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് വേറെ സ്വപ്നം കാണും, എന്റെ പറക്കുന്ന ശക്തി പോകുന്നത്, അതും സ്വപ്നത്തെ കാണും. അങ്ങനെ ഞാൻ ആരെയും ഒരാളെ ഫോളോ ചെയ്യുന്നില്ല. ഇങ്ങനെ ചില ആൾക്കാരുടെ പറയുന്നതും വർക്ക് ചെയ്യുന്നതും കാണുമ്പോൾ റെസ്പെക്ട് തോന്നാറുണ്ട്, അല്ലാതെ ആരെയും കണ്ണടച്ച് ഫോളോ ചെയ്യണില്ല. ഇപ്പം ടീമേഴ്സ് അക്കാദമിയിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഡയലോഗ് അത് സ്റ്റിൽ അഖിലേൻ്റെ തലയിൽ സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ടീമേഴ്സ് അക്കാദമിയിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിൻ്റെയോ ഏതൊരു സ്റ്റാഫിൻ്റെ ഒരു ഡയലോഗ്? അജിത് സാറിൻ്റെ. എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് പറഞ്ഞതാ. ഐ മീൻ നീ കേട്ടത്. ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ അതൊരു സംതിങ് അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എൻ്റെ ടീമേറ്റ്സിൻ്റെ ഒരു ലൈഫിൽ അതേതാ വാക്ക്? എനിക്ക് ഇപ്പം അഭിഷേകിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, കിച്ചുവിൻ്റെ. അജിത് സാറയിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് SBA PO ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സാധനം ഇടയ്ക്കിടയ്ക്ക് വരും. അല്ലെങ്കിൽ അജിത് സാർ എന്ത് പറഞ്ഞാലും കുറച്ച് ഒരു കട്ടി കൂടുതലാണ്, ഒരു കനമുണ്ട്, ഭയങ്കര സ്ഫുടതയോട് കൂടിയൊക്കെ സാർ പറയും. അപ്പോൾ ആ ഒരു വാക്ക് ഇപ്പം ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമിലാണെങ്കിലും സാർ ചെയ്തതൊക്കെ നിങ്ങളെ പിടിച്ചോണ്ട് വന്നതല്ല, വിളിച്ചതാണ് ആ സാധനം. അതായത് സംതിങ് ഇന്റർവ്യൂവിന് നിങ്ങൾ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് യു ആർ ഇൻവൈറ്റഡ് എന്ന് സാർ പറയാറുണ്ട്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ കളവേതാ? ഞാനങ്ങനെ കള്ളം അല്ല, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സത്യം പറയുന്ന ഒരാളാണ്. കള്ളം പറച്ചിൽ കുറവാ. എനിക്ക് തോന്നണ ചിലപ്പം ഈ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ പ്രായം അധികം മനസ്സിലാവില്ല കണ്ടവർക്ക്. അപ്പം ചില ആൾക്കാർ 26 പ്രായമാണോ? അല്ല, അത് ആൾക്കാർക്ക് തോന്നില്ല. അപ്പം ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും,
സ്കൂളില്ലേ, ലീവാണോ, അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തിരുത്താറില്ല. ഇല്ല, എനിക്ക് ഇത്രയും പ്രായമുണ്ട്, അങ്ങനെയൊന്നും അല്ല, മുതുക്കിയാണ്, അത് തിരുത്താറില്ല. ഞാൻ പറയും ലീവാണോ ചോദിച്ചാൽ ഓക്കെ ലീവാണ്. ലീവാണെന്ന് സ്കൂളിൽ പോയിട്ടില്ല, ഇല്ല. എന്താ യൂണിഫോം ഇടാതെ അവിടെ ചില സമയം ചോദിക്കും. ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ എന്തോ ഷോപ്പ് ചെയ്യാൻ അങ്ങനെ പോയ തിരിച്ചു വരുമ്പോൾ പെട്രോൾ പമ്പിലുള്ള ചേട്ടൻ ചോദിച്ചു, അച്ഛനും മോളും കൂടെ നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് സാധനം വാങ്ങാൻ പോയാണോ? ഞാൻ പറഞ്ഞു അതെ. ഇപ്പോൾ ടീംമേറ്റ്സ് ഒരു സ്പെഷ്യൽ അവാർഡ് ഏർപ്പെടുത്താന്ന് വെച്ചോ, ഇപ്പം അതിൽ ഏത് കാറ്റഗറിയിലാണ് അഖിലയ്ക്ക് അവാർഡ് കിട്ടുക? അല്ലെങ്കിൽ ഇപ്പം ഞാൻ 3 കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബെസ്റ്റ് ഡൗട്ട് മേക്കർ, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സെൽഫ് ക്വസ്റ്റ്യനിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആബ്സെൻ്റ് ആവുന്ന ആൾ, ഏറ്റവും കൂടുതൽ ആബ്സെൻ്റ് കിട്ടിയ ആൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കിട്ടിയ ആൾ. ഏതിലാ? ഫസ്റ്റ് ഓപ്ഷൻ. ഏത്? ഡൗട്ട് മേക്കർ. ഡൗട്ട് കൂടുതൽ ചോദിക്കുന്ന ആളല്ലേ? ആ, അതായിരിക്കും. ഡൗട്ട് ചോദിക്കാറുണ്ടോ? ഓ, ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാറുണ്ട്? ഉണ്ട്. ഡൗട്ട് ചോദിച്ചിട്ട് പിന്നെ ഊക്ക് വാങ്ങിയതിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു ഓക്വേർഡ് മൂമെൻറ്റ്. ഇല്ല, ഞാൻ ഉത്തരം പറഞ്ഞിട്ട് തെറ്റിപ്പോവാറുണ്ട്. പക്ഷേ ആരും ഉത്തരം പറയത്തില്ല. ചിലപ്പം കോൺസിൻ്റെ ക്ലാസ്സിലേ അനൂപ് സാറ് ചോദിക്കും, അപ്പം ഞാൻ വിളിച്ച് പറയും അത് തെറ്റായിരിക്കും. അത് പക്ഷെ ഓൾറെഡി കിട്ടിയ മനുഷ്യന്മാർ ശരി ഉത്തരം കിട്ടിയവരുണ്ടോ, അവർ മിണ്ടാതിരിക്കും. ഞാൻ പക്ഷെ തെറ്റുത്തരം ആദ്യം വിളിച്ച് പറയുമ്പോഴാണ്, ഞാൻ പറയുമ്പോഴേ അവർ തിരുത്തും, അതല്ല അങ്ങനെയാണ്. അത് പക്ഷെ അല്ലതല്ല, നാണം കെടാൻ നമുക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, ശരിക്കും അത് വലിയ ക്വാളിറ്റിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പിന്നെ ആസ്പിരൻസിനോട് ഒരു ലിമിറ്റ് വിട്ടൊരു സാധനം പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആസ്പിരൻ്റ് ആകുമ്പം ചെറുതായിട്ട് ഉളുപ്പില്ലാണ്ടാവണം അല്ലേ? ഇപ്പം നമ്മൾ തെറ്റുത്തരം നമ്മൾ വിളിച്ച് പറയാൻ എന്താ പ്രശ്നം? നമ്മളിപ്പോൾ ആ കംപ്ലീറ്റ് ആൾക്കാർ ഇരുന്ന് കേട്ടാൽ അപ്പം എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മളെ തിരുത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചിലപ്പോൾ എനിക്ക് കിട്ടിയെങ്കിലോ അല്ലേ? അപ്പം അങ്ങനത്തെ ഒരാളാണ്. അധികം ആൾക്കാരില്ല ഉണ്ടാവാറ്, സൂപ്പർ പവറിലായതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ. സൂപ്പർ പവർ വളരെ മെയിൻ സോറിൻ്റെ ബാച്ച് ആയതുകൊണ്ട്. എങ്ങനെയാ പിന്നെ ടീംമേറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അഖിലേനെ ഇപ്പോൾ ഈ ഒരു ഇതിലെൻ്റെ ഒരു ജോബിലേക്ക് ഹെൽപ്പ് ചെയ്തത്? ഇപ്പം ടീമേറ്റ്സിൽ ആദ്യം പിന്നെ ക്ലർക്ക് ലെവൽ, പിന്നെ PO ലെവൽ, പിന്നെ അഡ്വാൻസ്, പിന്നെ മെയിൻസ് ലെവൽ, പിന്നെ അതിൽ അഡ്വാൻസ്, പിന്നെ സൂപ്പർ പവർ. നമ്മൾ സ്ട്രക്ചർഡ് ആയിട്ടാണ് ബാങ്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതിലെ അഭിപ്രായം? എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല അവിടെ. നേരെ ഞാൻ അഡ്വാൻസിലേക്ക് പോയത്. അഡ്വാൻസ് കയറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സൂപ്പർ പവറിലോട്ടും കയറി. സൂപ്പർ പവറിലേക്ക് കയറണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റാവുള്ളൂ. ഞാനല്ല പറഞ്ഞ സാറാണ്. ടെസ്റ്റ് ഒക്കെ എഴുതി നല്ല മാർക്കുള്ള ആൾക്കാരെ അങ്ങോട്ട് കയറ്റാം. അപ്പം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മാർക്ക് എക്സാം പാസ്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ടീമേറ്റ് വന്നുകൊണ്ടാണ് ഞാൻ NACL കൊടുത്തത്. NACL എനിക്ക് കിട്ടിയ ഇപ്പം ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്പനിയിലാണെങ്കിൽ അവർ വരുമ്പോൾ 120 വേക്കൻസിയാണ് ഉണ്ടായത്. അപ്പം ഈ നോട്ടിഫിക്കേഷൻ വരണേന്ന് പറഞ്ഞാൽ SBI ക്ലർക്ക് നേരത്തെ 13,000 വേക്കൻസി അല്ലല്ല, SBI ക്ലർക്കിന്റെ 13,800 വേക്കൻസിയിൽ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം എന്തായാലും വേണ്ട, എന്തിനാണ് വെറുതെ കൊടുത്തിട്ട് സമയം കളയണ, പൈസ കളയണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം ലിനോജ് ആണ് തോന്നുന്നല്ലേ പേര്, അവർ വന്നിട്ട് പറഞ്ഞു 8 വേക്കൻസിയിലാണ് കിട്ടിയത്. അതന്നെ 8 വേക്കൻസിയിലാണ് കിട്ടിയത്. അപ്പം വേക്കൻസി കുറവാന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കൊടുത്തേക്കാം, ഞാനും കിട്ടിയാലോ. അതുപോലെ മറ്റേ സൂപ്പർ പവറിൽ കയറിയപ്പം അവിടുന്ന് ആൾക്കാർ പറഞ്ഞു കൊടുക്കാം, നമുക്ക് കൊടുക്കാടി, അങ്ങനെയൊക്കെ. ദേവസേന എന്ന് പറയുന്ന കുട്ടിയുണ്ട്, അവളാണ് പറഞ്ഞതാ. ആദ്യം പേര് കേട്ടപ്പോൾ എനിക്കും ഞെട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു സർക്കിളിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഏതായാലും കൊടുക്കാം, ഞാനും കിട്ടിയാലോ അങ്ങനെ വിചാരിച്ചു. അത് കിട്ടി. ഇപ്പം എന്താ ഫീലിംഗ് അഖിലേക്ക്? ഇപ്പം ഒരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പം ഞാൻ സാധാരണ ചോദ്യം ചോദിക്കുമ്പം ചില ആൾക്കാർ പ്രതീക്ഷ ഇല്ലാതെ വരും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു ജോലിയൊക്കെ പോയി എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ ഞാനൊരു പ്രതീക്ഷ ഇല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകും. മേ ബി അവിടുത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല, എനിക്കൊരു ജോലി കിട്ടുന്നോ അങ്ങനത്തെ കാര്യം. അപ്പം അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ, സ്റ്റിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡാണ്. പക്ഷെ അഖിലെ സംബന്ധിച്ച് ജോലി എന്തായാലും കിട്ടും, ഞാൻ എന്തായാലും ജോലി കിട്ടും. പക്ഷെ അതിനൊക്കെയുള്ള പ്രോസസ്സാണ് ഈ പ്രിലിംസ്, മെയിൻസ്, ആ ഒരു ഇൻ്റർവ്യൂ, ആ ഒരു ഇതിലാണ് അഖിലെ കാര്യങ്ങൾ കണ്ടത്. എനിവേ എന്തൊക്കെയായാലും ഒരു ജോലി കിട്ടുമ്പോഴൊരു ഫീലിംഗ് ഉണ്ടാവല്ലോ അഖില. ആ ഫസ്റ്റ് റിസൾട്ട്, ആദ്യ റിസൾട്ട് NICL വന്നത്, അത് കിട്ടുമ്പോൾ ഫീൽ എങ്ങനെയാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാബിൽ നിന്ന് ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കുമ്പം ഈ ഫോൺ സൈലൻ്റ് ആണ്. അതായത് എൻ്റെ റിസൾട്ട് വന്ന്
അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അത് ഞങ്ങൾ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു, ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ ഹോസ്റ്റലിലെ ചേച്ചി വന്ന് പറഞ്ഞു, അഖില അമ്മ വിളിക്കണ്, എന്താ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വീട്ടിലത് ഓൾറെഡി അറിഞ്ഞു, അവർ നോക്കി. ഇപ്പം അനിയൻ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവൻ നോക്കി. അങ്ങനെ വന്ന് വിളിച്ചപ്പോഴത്തേനും അവരാണ് പറഞ്ഞത് കിട്ടിയെന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് പറയുമ്പം എനിക്ക് അങ്ങോട്ട് എന്താണ് ശരിക്കും കിട്ടിയോ, അല്ല ഇനി ഞാൻ പഠിക്കണ്ടേ, ഇനി ഞാൻ സ്വപ്നം കാണുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ ഞാൻ കുറേ നേരം ഞാനിങ്ങനെ അനങ്ങാതെ ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇത് കേട്ട് ഞാൻ ഫോൺ അവിടെ വെച്ച് ഫുഡ് എടുത്ത് ബാക്കി കഴിക്കാം. പ്രത്യേകിച്ച് റിയാക്ഷൻ ഇല്ല. ഉണ്ട്, മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെയല്ലേ എന്തൊക്കെയോ. ഈ ഫുഡ് എന്നെ കഴിക്കുന്നത് റിയാലിറ്റി ആണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഇങ്ങനെ ചോറും മുട്ടക്കറിയായിരുന്നു. അപ്പം മുട്ടയുടെ ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ കഴിച്ച് പ്ലേറ്റൊക്കെ, അതായത് എനിക്ക് കുറേ റിയാക്ഷൻ ഇടണം എന്നുണ്ട്, ചിരിക്കണം എന്നും എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മെയിൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, തുള്ളിച്ചാടി ലാബിലൂടെ കിടന്ന് ഓടി. പക്ഷേ ഇത് ശരിക്കും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങ് ജോലി കിട്ടിയെന്നില്ല, ഒരു സാധനം വരുന്നില്ല. പിന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന 5-8 പിള്ളേരുണ്ടായിരുന്നു അവിടെ മുകളിൽ. അവരൊക്കെ കരയാൻ തുടങ്ങി കിട്ടിയ സന്തോഷത്തിന്. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ മാത്രം ഇങ്ങനെ ഇനി ഞാൻ പഠിക്കണ്ടേ. അതായത് നമ്മൾ ഈ 2-3 വർഷമായിട്ട് അത് ഒരു നല്ല വാർത്ത ഇതുവരെ കേട്ടിട്ടില്ല. 3 വർഷമായി എന്തെങ്കിലും നല്ലത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് ഈ ജോലി ആഗ്രഹിച്ചിട്ട് 2-3 വർഷമായി. അപ്പം പെട്ടെന്ന് ആ 3 വർഷം കഴിഞ്ഞ് ഇത് കിട്ടുമ്പം കിട്ടിയോ, അല്ല ഇനിയും വല്ല. ഇതിപ്പം ഈ ജോലിക്ക് കൊടുക്കുമ്പോൾ പല ഇങ്ങനെ തട്ടിപ്പായിട്ട് ഇങ്ങനെ വരാറുണ്ട്, കിട്ടി എന്നും പറഞ്ഞ അവസാനം അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത് കഴിഞ്ഞ് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഇച്ചിരി പേടി കൂടുതലാണ്. വണ്ടി വല്ലതും വന്ന് ഇടിക്കുമോ, ഇത് ജോലി ചെയ്യാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ജോലി കയറാൻ പോവാന്ന്, വണ്ടിയൊക്കെ വന്ന് ഇടിച്ചിനി മരിച്ചു പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുക, കുറച്ച് 2-3 ദിവസത്തേക്ക്. അത് ആ ഒരു ഇപ്പം തൊട്ട് മുമ്പ് ഇതൊരു അച്ചീവറെ ഇത് പറഞ്ഞപ്പോൾ അവൻ പറയുന്നു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നിൽക്കാൻ പേടിയാന്നൊക്കെ. അപ്പോൾ അതെ, അവർ കൈൻഡ് ഓഫ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം കണ്ടിന്യൂസ്ലി നിങ്ങൾ എഫേർട്ട് ഇടുകയാണ്. ഒരു ജോലി നമ്മൾ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ 1 വർഷം 2 വർഷം അപ്പം ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് റിസൾട്ടേക്ക് എത്തുമ്പോഴേ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു തരിപ്പ് നമ്മളെ തലയിൽ നിന്ന് പോവില്ല. അതാണ്. ഓക്കെ, ഫസ്റ്റ് സാലറി ഇപ്പം എന്തായാലും നല്ലൊരു സാലറി പോസ്റ്റിലേക്കാണ് കയറാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം? ഫസ്റ്റ് സാലറി ആദ്യമായിട്ട് നല്ലൊരു ഗവൺമെൻറ് ജോലി കയറി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ സാലറി എന്തെങ്കിലും നേർച്ച എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്കില്ല, വീട്ടുകാർക്കുണ്ടോ? അപ്പം നേർച്ചയ്ക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കണം വേറെ രക്ഷയില്ല അല്ലേ? അവരുടെ സന്തോഷം, അവർ സന്തോഷിക്കട്ടെ. അഖിലിനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ആരാ, അല്ലെങ്കിൽ എന്താണ് വേണം? ജോലി വേണം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, അതിന് ജോലി വേണം. അത് ജോലി കിട്ടിയേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ആ ഒരു ആസ്പിറേഷൻ ഇങ്ങനെ അതന്നെ, വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്ക്. ഓക്കെ, ദെൻ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് അതിന് സമ്പാദിക്കണം, അതിനൊരു ജോലി വേണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തെ അഖില നോക്കിക്കാണുന്നത്? എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം അഖിലയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത്, എന്തൊക്കെയുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം? അതല്ല, എന്തൊക്കെയുണ്ട് ലിസ്റ്റില്? അങ്ങനെ സാലറി കിട്ടി കഴിഞ്ഞിട്ട് അല്ല, ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന, ഞാനിപ്പം എന്തെങ്കിലും, അതായത് ഇപ്പം വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമുക്ക് ജോലി ഇല്ലാതെ വേറെ ഓപ്ഷൻ എന്താ? ആൾക്കാർ പറയും കല്യാണം കഴിക്കുക, അങ്ങനെ ആണ് ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ അതാണ് പറയുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഡിസിഷനാണ്. ഇപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ അച്ഛനും അമ്മയും കൊണ്ട് ജീവിതകാലം ഫുള്ള് ജീവിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും നോക്കിയിട്ടല്ല, അച്ഛനും അമ്മയും നമ്മളെ നോക്കിയിട്ട്. അപ്പം നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഇപ്പം കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു വലിയ ഡിസിഷനാണ്. ഞാൻ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്, വേറൊരാൾ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്, അതുപോലെ ചില സമയത്ത് കുട്ടികളും ഇൻവോൾവ്ഡ് ആവാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാവരുത്. എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. അങ്ങനെ ആവരുത്, എൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കണം ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള. അതിനെ ഞാൻ അങ്ങനെയാ കാണുന്നത്. അപ്പം ഇതെനിക്കൊരു ഓപ്ഷനേ അല്ല, അത് നെഗോഷ്യബിളും അല്ല. എനിക്ക് ജോലി വേണം, അത്ര തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ.
ഓക്കെ, ഇനിയിപ്പം ഏത് രീതിയിൽ ഡിസിഷൻ എടുക്കാനും അഖില ഫ്രീ ആണ്. അതാ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഡേ ടീംമേറ്റ്സിലെ ആദ്യത്തെ ദിവസം. അയ്യോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30-ക്കാണല്ലോ ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ ഇച്ചിരി ആദ്യത്തെ ദിവസമൊക്കെ അല്ലേ 9:15 വരാമെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ 9 മണി മമ്മൂട്ടി പറഞ്ഞ പോലെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്താനാണ്. നേരത്തെ ആദ്യത്തെ ദിവസമൊക്കെ നേരത്തെ ആയിരുന്നു. 9 മണിക്ക് എങ്ങാണ്ട് വന്നു. 9 മണിക്ക് വന്നു കഴിഞ്ഞ് അപ്പോൾ ഉണ്ട് അജിത് സാറ് ക്ലാസ്സിൽ നിൽക്കുന്നു. അജിത് സാറിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, മറ്റേ യൂട്യൂബിലൊക്കെ ഷോർട്സിൽ. നിങ്ങളുടെ പേജ് എടുത്ത് നോക്കി അതാണ് കാണാം. അപ്പോൾ സാർ അവിടെ നിൽക്കുന്നപ്പം നമ്മുടെ ക്ലാസ്സുള്ള അതിലാണ് നിൽക്കുന്നത്. നമ്മുടെ ക്ലാസ് എവിടെയാണോ എടുക്കേണ്ടത് അവിടെയാണ് നിൽക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുമാണ്. പക്ഷെ സാർ ഇംഗ്ലീഷാണ് എടുക്കുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ കയറിയപ്പം കുറച്ച് പേരേ ഉള്ളൂ. സാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇങ്ങനെ കാണിച്ചു കയറാൻ. അപ്പം ഞാൻ കയറിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല സാർ എന്താ പറയുന്നതെന്നൊന്നും. കാര്യമായിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഫോർഗെറ്റ്, ഫോർഗിവ്, പിന്നെ ബ്രെയിനിൻ്റെ കാര്യം, സ്ട്രെസ് ഉണ്ടാവുന്ന കാര്യം. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം എന്താണെന്ന് വിചാരിച്ച് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു മോട്ടിവേഷൻ സാധാരണ വരുമല്ലോ, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, നിങ്ങൾ അതിലൊന്നും ആലോചിക്കരുത്, ഉറങ്ങണം, ആരോഗ്യം നോക്കണം, അങ്ങനത്തെ പരിപാടിയായിരിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോവായിരിക്കുന്നു. ഇത് പോണില്ല, ഇത് ഇവിടെ തന്നെ നിൽക്കും. അപ്പം ഞാൻ ക്ലാസ് മാറിപ്പോയോ. ഞാൻ എന്നിട്ട് അടുത്തിരുന്ന് കുട്ടിയോട് ചോദിച്ചു, ഇതെന്താണ് സംഭവം, ഇത് ബാങ്കിൻ്റെ ക്ലാസ് ആണോ? പറഞ്ഞു അല്ല, ബെൽറ്റിൻ്റെ ആണെന്ന്. ഞാൻ ബെൽറ്റ് ഞാൻ വേറെ SSC ബാങ്ക് റെയിൽവേ ഇൻഷുറൻസ് അതുപോലെ എന്തെങ്കിലും സാധനം. എനിക്ക് ഇതിനെ കുറിച്ചുള്ള വിവരം കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചത്. അപ്പം തന്നെ എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ അപ്പം തന്നെ ബാഗൊക്കെ എടുത്തിട്ട് ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങി പോയപ്പോൾ തന്നെ സാറ് ചോദിച്ചു എന്തേ. ഞാൻ പറഞ്ഞു അല്ല സാർ, ഇത് എൻ്റെ ക്ലാസ് അല്ല, ക്ലാസ് മാറിപ്പോയി. അപ്പം ഏതാ ക്ലാസ്? ഞാൻ പറഞ്ഞു ബാങ്കിൻ്റെ. അത് തന്നെ ഇത്. അപ്പോഴത്തേനും എല്ലാവരും ചിരിച്ച് ഞാനവിടെ പോയി ഇരുന്നു. അപ്പോഴത്തെ സാറ് എന്നെ കണ്ടുമല്ലോ. അപ്പം അത്രയും പേരുടെ മുമ്പേ ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ സാറ് ചോദിച്ചു, ഓ ഈ കുട്ടിയാണല്ലേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയെ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ആ ദിവസം തന്നെയായിരുന്നു ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റൊക്കെ ഇട്ടു. അപ്പം അതിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം തന്നെ അടുത്തിരുന്ന കുട്ടി പറഞ്ഞു, നീ സൂപ്പർ പവറിൽ പോയിക്കോ, അതാണ് നല്ലത്. അതും എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ സാധനം, അവിടെ എങ്ങനെ എത്തുക? പറഞ്ഞു എക്സാം ഉണ്ടാവും, നമ്മൾ പറഞ്ഞാൽ മതി, വേണമെങ്കിൽ ആഴ്ചയിലോ അങ്ങനെ എന്തോ എക്സാം ഉണ്ടാവും, അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം നല്ലതായിരുന്നു. അജിത് സാറിന്റെ ക്ലാസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സാറിനോട് അന്ന് പറയുകയും ചെയ്തു, നല്ല ക്ലാസ് ആണ് അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും എവിടെ എത്തിപ്പെട്ടെന്നുള്ളൊരു സാധനം അല്ലേ, ഏത് ക്ലാസ്സിലാണ് എത്തിപ്പെട്ടെന്ന് ഫസ്റ്റ് ഡേ വന്ന് നേരത്തെ വന്നിട്ട്. ഇപ്പം നമുക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാർ 9 മണി 9 വരെ. ഓക്കെ, ഈ ഒരു സമയത്ത് ഇത് മാത്രമല്ല, അഖിലേൻ്റെ സക്സസ് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ബ്രദർ അഭിഷേകും SBI POയും SBI ക്ലർക്കും ക്ലിയർ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിലൊരു ഡബിൾ ജോയ് ആണ്. അതായത് മക്കൾ 2 ആളും ബാങ്ക് ജോലി, നല്ല അത്യാവശ്യം റെപ്യൂട്ടഡായിട്ട് 2 ജോലി വാങ്ങി. എന്താ വീട്ടിലൊരു ഇപ്പോഴത്തെ ഒരു 2 ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ആ സമയത്തുള്ളൊരു ഇതും ഇപ്പോഴുള്ള വീട്ടിലൊരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ അച്ഛനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വെറുതെ പറയും, മോളെ എൻ്റെ കൈ വേദനിക്കുന്നു, ഷെയ്ക്കാൻഡ് വാങ്ങി എല്ലാവരും പിടിച്ച് കൂലിക്ക് കൈ വേദനിക്കുക. അങ്ങനെ നമുക്കിതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. അതുപോലെ അമ്മയായാലും ഇപ്പം എൻ്റെ അമ്മമ്മയും ഉണ്ട്, കൊച്ചച്ഛനും ഉണ്ട്. എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ വന്ന് പറയും മക്കൾക്ക് ജോലി കിട്ടിയല്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷം, നമുക്കും സന്തോഷം. എനിക്ക് അഭിമാനമാണ് കൂടുതൽ. ഇങ്ങനെ ഒരുപാട് 3 വർഷം കൊണ്ട് ഇവിടെ എത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് എളുപ്പമല്ലായിരുന്നു. ഒരുപാട് ഇങ്ങനെ എടിമോളെ നീ കൊള്ളാലോ, അങ്ങനെ ഒരു സാധനം. നീ സൂപ്പറാ. അതന്നെ. സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ ജോലി കിട്ടുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഇത് ഭയങ്കര നമ്മളത് കാണാൻ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഇത് കഴിയണം. അവരുടെ അവർക്ക് വിഷമിച്ചിരിക്കണേ കണ്ടിരിക്കാൻ നമ്മൾ കാരണം നമ്മൾ വിഷമിക്കുന്ന. ഇപ്പൊ ഞാൻ SBI ക്ലർക്ക് കിട്ടാതെ കുറെ ഇരുന്ന് കരഞ്ഞല്ലോ. ഈ SBI ക്ലർക്ക് ഇപ്പം SBI ഇതും കിട്ടിയില്ലല്ലോ പ്രാവശ്യം. SBI PO കിട്ടിയില്ല, ക്ലർക്കും കിട്ടിയില്ല. SBI എന്നെ ഇഷ്ടമല്ല. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പുല്ലുപോലെ കിട്ടുമായിരിക്കുന്നു. IBPS PO ഒക്കെ കിട്ടിയല്ലേ. അല്ല പോണില്ല, എന്നാലും SBI എന്താ ഏതാ SBI ജോലിയോട് കിട്ടിയിട്ട് അങ്ങനെ പറയണമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല, തന്നില്ല അവര്. അല്ല ഇനി വേറെ ജോലി കിട്ടിയല്ലോ, ഇനി SBIനോട് പറയാലോ.
എനിക്ക് നിങ്ങൾ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം വീട്ടിലൊരു കാര്യങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്സും അതെ, എല്ലാവരും ഇപ്പോൾ ഇവിടെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കും ഇപ്പം നമ്മൾ ഒരുമിച്ച് നടന്നിട്ട് ഇങ്ങനെ കിട്ടുമ്പം അവർക്കും പ്രതീക്ഷയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം അച്ചീവേഴ്സൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയാണ് അടുത്ത ഞാനായിരിക്കും എന്നുള്ള പോലെ. അതുപോലെ അവർക്കും അങ്ങനെ തോന്നണം. അതെ, ഇപ്പം ഇങ്ങനെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അഖില കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്, കുറച്ച് ടൈം എടുത്താണ് ജോലി കിട്ടിയത്. അപ്പം മേ ബി അത് ലക്ക്, നമ്മളെ ഒരു ജോലി കിട്ടുന്ന നമ്മളെ ടൈം ആയിട്ട് അത്രേ ഉള്ളൂ. എന്നാലും ഇപ്പോൾ ഒരു ജോലി കിട്ടി, റിലാക്സ്ഡ് ആണ്. ഇനി എന്താ, ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ വാക്ക് കേൾക്കാൻ ആൾക്കാർ പുറത്തുണ്ടാവും. എന്താണ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പം അഖില ക്രാക്ക് ചെയ്ത എക്സാമിനടക്കം മേ ബി ചെറിയ മാർക്കിന് പോയ ആൾക്കാർ, അവർക്ക് വളരെ ഡിസപ്പോയിൻ്റ് ആയിരിക്കും. ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അവർ ചിലപ്പം എനർജി ഡൗൺ ആയിട്ടുണ്ടാവും. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, അവർക്കൊരു മോട്ടിവേഷൻ. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി അഖിലയ്ക്കൊരു മെസ്സേജ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പാസ് ചെയ്യണം. അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഡൗട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെയാണോ. അല്ലെ ഇവിടുത്തെ ടീമേറ്റിലുള്ളവരാണെങ്കിൽ സാർമാരുടെ അടുത്ത് പോയി ചോദിക്കുക, ഇതാണോ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക, അത് മനസ്സിലാക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. പിന്നെ കുറേ നമുക്ക് തോറ്റ് കഴിയുമ്പം, പരാജയങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കും, എൻ്റെ അടുത്ത് ഒന്നും നല്ല ഉണ്ടാവണില്ല, എനിക്ക് ഒരു ഭാഗ്യമില്ല, എനിക്കിനി ജോലി കിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്ന കള്ളാണ്. നമ്മൾ ആൻഷ്യസ് ആയതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ ചെകഞ്ഞെടുത്തോണ്ട് വരികയാണ്. ശരിക്കും അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളത് സ്വയം ശീലിക്കുക, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് സ്വയം അങ്ങ് ശീലിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ജേർണലിങ് ചെയ്യും. എല്ലാ ദിവസവും ഇമോഷൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അനലൈസ് ചെയ്യും. ഇപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ച് പറഞ്ഞ് എനിക്ക് ഹേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിന് അപ്പുറം എനിക്കത് എന്തുകൊണ്ട് ഹേർട്ടായി. ഇപ്പോൾ ജോലിയുടെ കേസിലാണെങ്കിൽ എനിക്കത് ഹേർട്ടായത് എൻ്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ജോലിയില്ല, സമയം പോണു, എന്ത് ചെയ്യും എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഹേർട്ടാവുന്നത്. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. ജോലി ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ് നാളെ അങ്ങനെ ആവണമെന്നില്ല. അതിന് നമ്മൾ പണിയെടുക്കുന്നുണ്ട്, അതിൽ പ്രൗഡായിരിക്കുക. നമ്മൾ എടുക്കുന്ന വർക്കിൽ നമ്മൾ കൂടെ നിൽക്കുക, നമ്മുടെ കൂടെ നിൽക്കുക, പൊന്നുപോലെ നോക്കുക നമ്മളെ. അത്രേ ഉള്ളൂ. സ്വയം അധികം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഡൗൺ ആവുമ്പോ അങ്ങ് കരയുക, ഒന്നും നോക്കാനില്ല. ഞാനൊക്കെ കുറെ കരഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് ചിരിക്കാൻ പറ്റുന്നത് എനിക്ക്. കരയുമ്പോഴാണ് നമ്മുടെ ഈ കണ്ണീരിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പൊ പഠിച്ചാണ് കേട്ടോ, ഇത് അറിയുന്നൊന്നല്ല, ഇതൊക്കെ ഈ സമയത്ത് പഠിച്ചെടുത്തതാണ്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പം കരച്ചിൽ പറയുമ്പോൾ അത് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനമാണേ. കണ്ണീരിലൂടെ അതാണ് പുറത്തു പോണേ. അപ്പൊ കരഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. കരയണമെങ്കിൽ കരയാം, പക്ഷെ കരഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പഠിക്കണം. ആ, വർഷങ്ങളോളം കരഞ്ഞോണ്ടിരിക്കരുത്. കുറച്ചു നേരത്തെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ദിവസം മാറും. ഇന്നത്തെ പോലെ ആയിരിക്കില്ല. നല്ല എവിടുന്ന് വരുന്ന ഈ വാക്കുകളൊക്കെ പ്രതീക്ഷയില്ല. അനുഭവങ്ങൾ പാലിച്ച് എഴുതി വെക്കാം. വചനം, ഇതൊരു വചനമാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ ടീമേഴ്സ് അക്കാദമിയുടെ ചരിത്രത്തിൽ ഒരുപാട് സക്സസ് സ്റ്റോറികൾ, ഒരുപാട് അച്ചീവ് സ്റ്റോക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ടുഡേ ഐ ഹാവ് എ ഡിഫറെൻറ്റ് വൺ. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആൾക്കാരത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. അഖില, താങ്ക്സ് ലോട്ട്. ഇപ്പം ഒരു ആസ്പിരൻ്റ് തന്നെ അത് മാത്രമല്ല, ഒരു കംപ്ലീറ്റ്ലി എൻറ്റയർലി അവരുടെ പ്രിപ്പറേഷൻ, പിന്നെ ജേണി, പിന്നെ എങ്ങനെ ജോലി എന്നുള്ള ജോലി കിട്ടിയപ്പോഴുള്ള അവസ്ഥ, എൻ്റെ നല്ല ജെന്യൂനായിട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് സെഷൻ. എല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങളിത് കണ്ടിട്ട് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം അഖില ലാസ്റ്റ് പറഞ്ഞ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം അത് നിങ്ങൾ വിശ്വസിക്കുക. നാളെ എന്ന് പറയുന്ന ദിവസം, ഇന്ന് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, അത് നാളത്തേക്കുള്ള പാടാണ്. അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അൾട്ടിമേറ്റ് നിങ്ങളുടെ ലക്ഷ്യം ജോലിയാണ്. ആ ജോലിയിലേക്ക് എത്തുക. കരയണമെങ്കിൽ കരയുക, ചിരിക്കണമെങ്കിൽ ചിരിക്കുക. ഓക്കെ, സോ ബിലീവ് യുവർ സെൽഫ്. അതൊരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതൊരു ഗവൺമെൻറ് ജോലി ആയിരിക്കണം, ഒരു ബാങ്ക് ജോലി ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫ്രം ടീമേറ്റ്സ് അക്കാദമി. താങ്ക് യു. താങ്ക്സ് a lot.